ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പരിശുദ്ധ റൂഹ ചെയ്യുന്ന 4 സകൾ: സജ്ജീകരണം, സന്നിഹിതമാക്കല്, സാക്ഷാത്കാരം, സംയോജനം. ലിറ്റർജി ക്ലാസ് 75-ാം എപ്പിസോഡ്. പരിശുദ്ധാത്മാവ് സഭയുടെ ലിറ്റർജിയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1091 ഖണ്ഡം മുതൽ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1091 ഖണ്ഡം മുതൽ 1109 വരെയാണ്. അതിൽ 1091 നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ആഴമേറിയ ദൈവശാസ്ത്രമായതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം വീഡിയോസ് അതേക്കുറിച്ച് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മൾ 1092 ഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനൊന്ന് വായിക്കുക. നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞിട്ട് POS ഇറക്കിയിരിക്കുന്ന പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ തർജ്ജമ നോക്കാം. 1092. ഞാൻ മറ്റൊരു തർജ്ജമയാണ് നൽകുന്നത്. ആ തർജ്ജമ തീർത്തും മോശമായതുകൊണ്ടൊന്നുമല്ല, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രഹിക്കാൻ എളുപ്പത്തിലുള്ള ഒരു തർജ്ജമ ഞാൻ എൻ്റെതായ തരത്തിൽ തർജ്ജമ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 തർജ്ജമയും ഒത്തുനോക്കാം. എന്നിട്ട് അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. രക്ഷാവ്യവസ്ഥിതിയുടെ വിനിയോഗത്തിൽ മറ്റ് സമയങ്ങളിൽ പരിശുദ്ധ റൂഹ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേ രീതിയിലാണ് മിശിഹായുടെ രഹസ്യം കൗദാശികമായി നടത്തിക്കൊടുക്കുന്നതിലും ചെയ്യുന്നത്. അവളുടെ നാഥനുമായി കൂടിക്കാഴ്ച നടത്താൻ സഭയെ ഒരുക്കുന്നു. വിശ്വാസികളുടെ സമ്മേളനത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ വിളിച്ചു വരുത്തുകയും അവനെ സന്നിഹിതമാക്കുകയും ചെയ്യുന്നു. രൂപാന്തരപ്പെടുത്താനുള്ള തന്റെ ശക്തിയാൽ അവൻ ക്രിസ്തുവിന്റെ രഹസ്യം ഇവിടെ ഇപ്പോൾ സന്നിഹിതമാക്കുന്നു. പിന്നെ ഐക്യത്തിന്റെ ആത്മാവായ അവൻ സഭയെ ക്രിസ്തുവിന്റെ ജീവനോടും ദൗത്യത്തോടും സംയോജിപ്പിക്കുന്നു. ഞാനൊന്ന് ഇംഗ്ലീഷ് വായിക്കുകയാണ്. In the sacramental dispensation of Christ's mystery, the Holy Spirit acts in the same way as at other times in the economy of salvation. He prepares the church to encounter her Lord. He recalls and makes Christ manifest to the faith of the assembly. By his transforming power, he makes the mystery of Christ present here and now. Finally, the spirit of communion unites the church to the life and mission of Christ. 4 കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഈ ഒരു പാരഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സജ്ജീകരണം, സന്നിഹിതമാക്കൽ, സാക്ഷാത്കാരം, സംയോജനം. അതുകൊണ്ട് ഞാൻ 4 എന്ന് പറഞ്ഞത്. രക്ഷാവ്യവസ്ഥിതിയിൽ ഇക്കോണമി ഓഫ് സാൽവേഷൻ, രക്ഷാപദ്ധതി എന്നും പറയാറുണ്ട്. അത് പ്ലാൻ ഓഫ് സാൽവേഷൻ ആണ് കുറച്ചുകൂടി. ഇക്കോണമി ആകുമ്പോൾ കുറച്ചുകൂടി ഇച്ചിരും കൂടി ഒരു അല്ലേ, നമ്മൾ സാമ്പത്തിക വ്യവസ്ഥിതി എന്നൊക്കെ പറയില്ലേ, അതുപോലെ രക്ഷാവ്യവസ്ഥിതിയാണ് ഇക്കോണമി ഓഫ് സാൽവേഷൻ. രക്ഷാവ്യവസ്ഥിതിയിൽ പരിശുദ്ധ റൂഹ ചെയ്യുന്ന 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, സജ്ജീകരണം. മണവാളനും മണവാട്ടിയും കൂടിക്കാഴ്ച നടത്താനുള്ള ക്രമീകരണം ചെയ്യുന്നു. മണവാളനും മണവാട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ. നമുക്കത് ബൈബിളിലെ ഒരു സംഭവമുണ്ട്. ഈ സ്നാപകയോഹന്നാന്റെ ശിഷ്യന്മാർ സ്നാപകന്റെ അടുക്കൽ, തങ്ങളുടെ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, ഈ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത് ഇപ്പം നദിക്ക് അപ്പുറേ, പുഴയ്ക്ക് അക്കരെ മാമോയിസം മുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുകയാണ്. നിന്റെ ശിഷ്യന്മാരായിരുന്നവരും കുറേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ സ്നാപയോഹന്നാൻ പറയാണ്, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. മണവാളനും മണവാട്ടിയും തമ്മിൽ കൂട്ടിമുട്ടിക്കുക എന്ന ദൗത്യമാണ് എനിക്കുള്ളൂ. അതാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞത്. ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. മണവാളനും മണവാട്ടിയും തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് എൻ്റെ ദൗത്യം. അതിനാണ് എന്നെ ദൈവം നിയമിച്ചിരിക്കുന്നത്. പണ്ട് സ്നാപയോഹന്നാൻ ചെയ്ത കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യണേ. മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള സജ്ജീകരണം ചെയ്യുന്നത്, ഒരുക്കം നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതാണ് 1ാമത്തെ കാര്യം. 2, മണവാളനായ മിശിഹായെ മണവാട്ടിയായ സഭയുടെ മുന്നിൽ വിളിച്ചു വരുത്തി സന്നിഹിതമാക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണേ. മണവാളനായ മിശിഹായെ മണവാട്ടിയായ സഭയുടെ മുമ്പിൽ വിളിച്ചു വരുത്തി സന്നിഹിതമാക്കുന്നു. റീകോൾ എന്ന വാക്കിന് ഓർമ്മിക്കുക, സ്മരിക്കുക എന്ന അർത്ഥമുണ്ട്. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വിളിച്ചു വരുത്താണ്. എപ്പിക്ലൈസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. റൂഹാക്ഷണം. ഞാൻ പറഞ്ഞല്ലോ, കുർബാനയിൽ ഇപ്പം നമ്മൾ സ്ഥാപന വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതുന്നു എല്ലാ സഭകളിലും. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു സഭയിലും സ്ഥാപന വാക്യങ്ങൾ ചേർക്കപ്പെടുന്നത് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അതിനുമുമ്പ് കുർബാന ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? എപ്പിക്ലൈസിസ് ആയിരുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പരിശുദ്ധാത്മാവ് ഇല്ലേ ഇറങ്ങി വന്ന്
ഈ അപ്പത്തെയും ഈ വീഞ്ഞിനെയും പുത്രന്റെ മണവാളന്റെ ശരീരവും രക്തവുമാക്കി മാറ്റുകയാണ്. അപ്പോൾ മണവാളനായ മിശിഹായെ മണവാട്ടിയെ സഭയുടെ മുമ്പിൽ വിളിച്ചു വരുത്തി സന്നിഹിതമാക്കുക. അത് ചെയ്യാനായിട്ട് വൈദികർക്ക് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കുന്നതും പരിശുദ്ധ റൂഹയാണ്. അപ്പോൾ മണവാളനായ മിശിഹായെ മണവാട്ടിയായ സഭയുടെ മുമ്പിൽ വിളിച്ചു വരുത്തി ഇത് എൻ്റെ ശരീരം, ഇത് ഞാൻ തന്നെ, ഇതെന്റെ രക്തം എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് തന്നെ ആദ്യം ഇറങ്ങി വരികയാണ്. അത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയുടെ ലിറ്റർജിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താ നമ്മൾ ചർച്ച ചെയ്യണേ? മണവാളനായ മിശിഹായെ മണവാട്ടിയെ സഭയുടെ മുമ്പിൽ വിളിച്ചു വരുത്തി സന്നിഹിതമാക്കുന്നത്, എപ്പിക്ലേസിസിലൂടെ സന്നിഹിതമാക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. അതാണ് സന്നിഹിതമാക്കല്. 3, മണവാളനിൽ ഭൂതകാലത്ത് സംഭവിച്ച, മണവാളനായ ഈശോയിൽ ഭൂതകാലത്ത് സംഭവിച്ച പെസഹ രഹസ്യത്തെ വർത്തമാനത്തിൽ, ഈ വർത്തമാനകാലത്തിൽ മണവാട്ടയുടെ മുമ്പിൽ സാക്ഷാത്കരിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. അത് ദൈവത്തിന്റെ സർഗശക്തിയാണ് പരിശുദ്ധ റൂഹ. സൃഷ്ടികർമ്മം നടത്തിയത് പരിശുദ്ധ റൂഹായുടെ ശക്തിയിലാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ സർഗശക്തി, ക്രിയേറ്റീവ് പവറാണ് പരിശുദ്ധ റൂഹ എന്ന ആള്. ആ ശക്തി ഉപയോഗിച്ച് മണവാളനിൽ ഭൂതകാലത്ത് സംഭവിച്ച പെസഹ രഹസ്യം, മനുഷ്യാവതാരം, അവന്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പിന്നെ പരിശുദ്ധാത്മാവിനെ അയക്കല്, ഇതാണ് പെസഹ രഹസ്യം. മണവാളനിൽ ഭൂതകാലത്ത് സംഭവിച്ച, മണവാളനായ ഈശോയിൽ ഭൂതകാലത്ത് സംഭവിച്ച പെസഹ രഹസ്യത്തെ ഇപ്പോ ഈ വർത്തമാനകാലത്തിൽ മണവാട്ടിയുടെ മുമ്പിൽ സാക്ഷാത്കരിക്കുന്നത് പരിശുദ്ധ റൂഹ എന്ന സർഗാത്മക ശക്തിയാണ്, ദൈവിക ശക്തിയാണ്. ദൈവത്തിന്റെ സർഗാത്മക ശക്തിയായ പരിശുദ്ധ റൂഹ എന്ന ആളാണ്. ഇതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തത് അവസാനം മണവാളനെയും മണവാട്ടിയെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. സഭയെയും സഭാംഗങ്ങളെയും ക്രിസ്തുവിന്റെ ജീവനോടും ദൗത്യത്തോടും സംയോജിപ്പിക്കുന്നു. ദിവ്യകാരുണ്യം എന്നാണ് നമ്മൾ അല്ലേ, ആദ്യ കുർബാന സ്വീകരണം, ദിവ്യകാരുണ്യം എന്നൊക്കെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ. ദിവ്യകാരുണ്യം നല്ല വാക്കാണ് ഇല്ലേ, ഡിവൈൻ മേഴ്സി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദിവ്യകാരുണ്യം, ഡിവൈൻ മേഴ്സി. ഈ സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ഡിവൈൻ മേഴ്സിയെക്കുറിച്ച് വെളിപാടുണ്ടായപ്പോഴല്ല കത്തോലിക്ക സഭയിലും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലും ദിവ്യകാരുണ്യം, ഡിവൈൻ മേഴ്സിയെക്കുറിച്ച് ചിന്തിച്ചത്. ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, അല്ലാതെ സിസ്റ്റർ ഫൗസ്തീനയ്ക്കുണ്ടായ ദർശനമല്ല. ദിവ്യകാരുണ്യം എന്ന വാക്കിന്റെ അർത്ഥം നോക്കിയാൽ ദിവ്യകാരുണ്യം, ഡിവൈൻ മേഴ്സി എന്നാണ്. നമ്മൾ വിശുദ്ധ കുർബാനയെ ഡിവൈൻ മേഴ്സി എന്നാണ് വിളിക്കണേ. ഇപ്പൊ ഡിവൈൻ മേഴ്സി എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് കിട്ടിയ സ്വകാര്യ ദർശനമാണ്. അത് നമുക്ക് ഈ കുർബാനയെ കുറിച്ചുള്ള ബോധമില്ലാത്ത കുറെ വൈദികരുണ്ട്. അവര് ഇങ്ങനെ ഈ സ്വകാര്യ ദർശനങ്ങളിലാണ് അവര് രമിക്കുന്നത്. കാരണം എന്താ, അത് ജനങ്ങളെ ഇങ്ങനെ ആകർഷിക്കാനും പണം സ്വരൂപിക്കാനും കുറച്ചുകൂടി എളുപ്പമുള്ള സംഗതിയാണ്. പിശാചിന്റെ ഓരോ തട്ടിപ്പുകൾ. ദിവ്യകാരുണ്യം, ഡിവൈൻ മേഴ്സി എന്നാണ് വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത്. അത് സിസ്റ്റർ ഫൗസ്തീന സ്ഥാപിച്ചതല്ല, ജോൺ പോൾ രണ്ടാമൻ സ്ഥാപിച്ചതല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ സ്ഥാപിച്ചതാണ്. അപ്പോ ഹോളി കമ്മ്യൂണിയൻ, ദിവ്യകാരുണ്യം നല്ല വാക്കാണ്. എങ്കിലും ഹോളി കമ്മ്യൂണിയൻ എന്ന ഇംഗ്ലീഷ് വാക്ക് നോക്കിയാൽ, ഹോളി കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ, വൺ ടു വൺ യൂണിയൻ. ഭർത്താവ് ഭാര്യയിലേക്ക് പ്രവേശിക്കുന്നതാണ് യൂണിയൻ എന്ന് പറയണേ. നമ്മുടെ ഈ ചുമട്ടുകാർ യൂണിയൻ അല്ല ഉദ്ദേശിക്കുക, ആ യൂണിയൻ അല്ല കേട്ടോ. അത് സംഘടനയാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിലേക്ക് പ്രവേശിക്കുക, അതാണ് കമ്മ്യൂണിയൻ, വൺ ടു വൺ യൂണിയൻ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സെക്ഷുവൽ യൂണിയൻ, അതുപോലെ അതാണ് കമ്മ്യൂണിയൻ എന്ന് പറയണേ. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ബന്ധപ്പെടൽ എന്നാണ് അർത്ഥം. വിശുദ്ധമായ ബന്ധപ്പെടൽ, വിശുദ്ധമായ സംയോഗം, അതാണ് ഹോളി കമ്മ്യൂണിയൻ എന്ന വാക്കിന്റെ അർത്ഥം. ശരിക്കും ദിവ്യകാരുണ്യം എന്ന് നല്ല സൂപ്പർ വാക്കാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിയും ഒന്നാകുന്നതാണ്. ഇനി മുതൽ അവർ രണ്ടല്ല ഒറ്റ ശരീരമാണെന്ന് പറഞ്ഞ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞത് കുർബാനയിൽ അച്ചട്ടല്ലേ. നമ്മൾ കുർബാന സ്വീകരിക്കുന്നു. കർത്താവ് എവിടേക്ക് പോകണേ? ഹൃദയത്തിലേക്ക് പോകുന്നോ ഉദരത്തിലേക്ക് പോകുന്നോ? ഹൃദയത്തിലേക്ക് എന്നാണ് പലരും പറയുക. ഹൃദയത്തിലേക്ക് പോയി ഉടനെ ആംബുലൻസ് വിളിക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. കർത്താവ് ഹൃദയത്തിലേക്ക് അല്ല പോണേ, കർത്താവ് ഉദരത്തിലേക്കാണ്. എന്നിട്ട് നമ്മുടെ മാംസത്തിന്റെ മാംസവും നമ്മുടെ രക്തത്തിന്റെ രക്തവുമായിട്ട് ഒന്നാകുകയാണ്.
ഇതിനേക്കാൾ സംയോജനം ഉണ്ടാകാൻ പറ്റുമോ ഏതെങ്കിലും യൂണിയനിൽ? കർത്താവിൻ്റെ ജീവനും ദൗത്യവുമായിട്ട് സംയോജിപ്പിക്കുകയാണ്. കർത്താവ് ആളുമായിട്ട് സംയോജിപ്പിക്കുക. ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നുവെന്ന് ശരിക്കും അക്ഷരശാ പറയാവുന്ന തരത്തിൽ ഒന്നാകുകയാണ് ഹോളി കമ്മ്യൂണിയൻ. കർത്താവ് കുരിശിൽ കിടന്നിട്ട് അവസാനം പറഞ്ഞ വാക്ക് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് 19:30, എവറിത്തിങ് ഇസ് അക്കോംപ്ലിഷ്ഡ്. എല്ലാം നിവൃത്തിയായിരിക്കുന്നു, എല്ലാം നിറവേറിയിരിക്കുന്നു. ചിലപ്പോൾ തർജ്ജമ ചെയ്യും ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഇത് എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അങ്ങനെ തർജ്ജമ ചെയ്യും. ദൂവേ റെയിംസ് എന്ന് പറഞ്ഞൊരു തർജ്ജമയുണ്ട്, വളരെ ഗംഭീരമായ തർജ്ജമയാണ് ദൂവേ റെയിംസ്. അതിനകത്ത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്നാണ്. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ്. എന്താണ് കോൺസുമേഷൻ? നിങ്ങൾ ആരെങ്കിലും കോടതിയിൽ, കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ ഡൈവോഴ്സ് കിട്ടാനോ അല്ലെങ്കിൽ കല്യാണ കേസുമായിട്ട് അരമന കോടതിയിൽ പോയാൽ അവിടുത്തെ ജഡ്ജി ചോദിക്കും കൺസുമേഷൻ ഉണ്ടായോ? അതായത് കല്യാണം പള്ളിയിൽ വെച്ച് കല്യാണമൊക്കെ ഗംഭീരമായിട്ട് ഉടമ്പടിയൊക്കെ ചെയ്തു പോയി, വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കിടക്കുകയും ഒരുമിച്ച് ബന്ധപ്പെടുകയും ചെയ്തോ? അതാണ് കൺസുമേഷൻ. അതായത് പുരുഷൻ സ്ത്രീയുമായി ശരിക്കും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടോ? അതാണ് ചോദിക്കുന്നത്. ആ ഏർപ്പെടലോട് കൂടിയാണ് കല്യാണം ആകുന്നത്. പള്ളിയിൽ വെച്ച് ഉടമ്പടി എടുത്തതുകൊണ്ട് സമ്മതം കൊടുത്തുകൊണ്ട് കല്യാണം തത്വത്തിലായി. പക്ഷെ കൺസുമേഷൻ ആണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയണേ. ബന്ധപ്പെട്ടോ, ശാരീരികമായി ബന്ധപ്പെട്ടോ, കൺസുമേഷൻ ആയോ ഇല്ലയോ? അപ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നത് ഇറ്റ് ഈസ് കൺസുമേറ്റഡ്, ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം നിവൃത്തിയായിരിക്കുന്നു എന്ന് തർജ്ജമ ചെയ്യാം, എല്ലാം തീർന്നു എന്ന് തർജ്ജമ ചെയ്യാം, എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയും കുരിശിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയും കുരിശിൽ വെച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതാണ് കർത്താവ് പറഞ്ഞത്. ദൂവേ റെയിംസിൽ അങ്ങനെയാണ് കിടക്കണേ. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടും. ദൂവേ റെയിംസിൽ യോഹന്നാൻ 19:30 ടൈപ്പ് ചെയ്താൽ ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്ന് കിട്ടും. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ്, ബന്ധപ്പെട്ട് കഴിഞ്ഞു. ആ ബന്ധപ്പെടൽ, കുരിശിൽ വെച്ച് നടന്ന ബന്ധപ്പെടൽ എല്ലാ തലമുറകളിലുമുള്ളവർക്കും ബന്ധപ്പെടാനായിട്ട്, ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടാനായിട്ട് അവൻ ഒരുക്കിയ മഹാ സ്നേഹത്തിൻ്റെ സൂത്രമാണ്, മഹാസ്നേഹത്തിൻ്റെ കലയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഈ മണവാട്ടിയാണ് സഭ എന്നും പറഞ്ഞിട്ട് ദൈവസഭക്കാരും പെന്തക്കോസ്തക്കാരും നടപ്പുണ്ട്. അവർക്ക് മണവാട്ടി എന്ന് പറഞ്ഞാൽ മതിയോ? മണവാളിനും മണവാട്ടി തമ്മിലോ അങ്ങനെ ബന്ധപ്പെടുന്ന കൂദാശ അവർക്കുണ്ടോ? കുർബാന അവർക്കുണ്ടോ? സഭ മണവാട്ടിയാണ് മണവാട്ടി എന്ന് പറഞ്ഞാൽ മതിയോ? മണവാളിനുമായിട്ട് ഒന്നാകണ്ടേ? ബന്ധപ്പെടണ്ടേ? ബന്ധപ്പെടണമെങ്കിൽ കൂദാശ വേണ്ടേ? അല്ലെങ്കിൽ കർത്താവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുക? അപ്പൊ അതുകൊണ്ട് മണവാട്ടിയാണ് സഭ, മണവാട്ടി എന്ന സഭ, മണവാട്ടിയായ സഭ എന്നൊക്കെ അവർ പറയുമ്പോൾ അവരർത്ഥമാക്കുന്നില്ല, നമ്മൾ അർത്ഥമാക്കുന്നു. അങ്ങനെ മണവാട്ടിയായ സഭയെയും മണവാളനായ ക്രിസ്തുവിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർ ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധ റൂഹയാണ്. ഇതാണ് ഈ ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലിറ്റർജിയിൽ പരിശുദ്ധ റൂഹ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇംഗ്ലീഷ് അറിയുന്നവർക്ക് എൻ്റെ ഒരു പുസ്തകമുണ്ട്, 4 Streams of Love. അതിൻ്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ്. ബന്ധപ്പെട്ട് കഴിഞ്ഞു, എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെട്ടത് കുരിശിൽ വെച്ചാണ്. ആ ബന്ധപ്പെടൽ സകല തലമുറകളിലുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ കുർബാന സ്ഥാപിച്ചത്. ആ കുർബാനയില്ലെങ്കിൽ മണവാളും മണവാട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാമെന്നല്ലാതെ ബന്ധപ്പെടലുണ്ടാവില്ല. ഇതാണ് പെന്തക്കോസ്തക്കാർക്കും ദൈവസഭക്കാർക്കും യഹോവ സാക്ഷികൾക്കും പറ്റുന്നത്. അതുകൊണ്ട് അവർ മണവാട്ടിയാണ് സഭ എന്നവരെ കണക്കാക്കുന്നെങ്കിൽ അവർ കത്തോലിക്ക സഭയിലേക്ക് വരികയും കുർബാനയിൽ പങ്കെടുക്കുകയും മണവാളനുമായിട്ട് ശരിക്കും ഇപ്പോൾ ഒന്നാകണം കൗതാചികമായിട്ട്. അപ്പോൾ സ്വർഗത്തിലെ മണവാട്ടി മണവാളൻ, ദിവ്യകുഞ്ഞാടിന്റെ കല്യാണത്തിന് അല്ലെ മണവാളും മണവാട്ടിയും എന്ന് പറയുന്നത് അവിടെ മണവാളൻ എന്ന് പറയുന്നത് ദിവ്യകുഞ്ഞാടാണ്. ആ ദിവ്യകുഞ്ഞാടിന്റെ കല്യാണത്തിന് ഒരുങ്ങി വരുന്ന അല്ലേ പുതിയ ജെറൂസലേം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജെറൂസലേം, അത് ആ സഭയാണ്. അപ്പോൾ സ്വർഗത്തിൽ ദിവ്യകുഞ്ഞാടെന്ന മണവാളനെ നേരിട്ട് കണ്ട് അവനുമായിട്ട് നമ്മൾ അവന്റെ തേജസ്സിൽ ഒന്നാകും. അതപ്പോ ഇപ്പൊ ഈ കൗതാശികമായിട്ട് ഇപ്പം ഇല്ലാത്തൊന്നും അപ്പം ഉണ്ടാവില്ല. പെന്തക്കോസ്തക്കാരെ, നിങ്ങൾ തിരിച്ചു വരൂ. നമുക്ക് സഭയുടെ ഉള്ളിൽ, കത്തോലിക്ക സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഉള്ളിൽ നിന്ന് പരിഹരിക്കാം. പുറത്ത് പോയിട്ടൊരു കാര്യമില്ല. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് വേണം പരിഹരിക്കാൻ. വെറുതെ പുറത്തിറങ്ങി പോയിട്ട് നമ്മുടെ കുടുംബത്തെ തെറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തിരിച്ചു വരൂ. നിങ്ങളുടെ ഒരുപാട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്, കർത്താവിനെ പ്രസംഗിക്കാനൊക്കെ പോകുന്നത്. അതൊന്നും ഉപേക്ഷിക്കരുത്. പക്ഷെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നാലേ ഈ മണവാളിനും മണവാട്ടിയും തമ്മിൽ ഒന്നാകുന്ന ആ സംയോജനം ഉണ്ടാകൂ. അവന്റെ ജീവനോടും ജീവിതത്തോടും ദൗത്യത്തോടും നമ്മൾ കൗതാശികമായി ഒന്നാകുമ്പോൾ അവനെ പ്രസംഗിക്കാൻ നമുക്ക് വേറൊരു ശക്തി കൂടി കിട്ടും.
അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കത്തോലിക്കരായ ആളുകൾ നമ്മൾ എന്താണ് ലിറ്റർജിയിൽ അനുഭവിക്കുന്നത് തിരിച്ചറിയുകയും അത് മറ്റുള്ളവർ പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. അതാണ് സുവിശേഷ പ്രഘോഷണം. അത് നമ്മൾ ചെയ്യണം. കുടുംബത്തിലും കൂട്ടുകാരോടൊക്കെ പറയണം. ഈ പരദോഷവും രാഷ്ട്രീയവും മാത്രമല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളും സംസാരിക്കൂ. അത് വലിയ ഗുണം ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.